ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ കുറേ നാളായിട്ട് കാണുന്നില്ലായിരുന്നു, വഴക്കും ഒക്കെ കാണും. കാരണം അത് ഫെയർ ആയിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നില്ല. ഇപ്പം ഗബ്രി ഔട്ടായി പോയതാണെങ്കിലും അപ്സര ഔട്ടായി പോയതൊക്കെ ആണെങ്കിലും ഒട്ടും ഫെയർ അല്ല. അവർക്ക് നല്ലതായിട്ട് ഗെയിം കളിക്കുന്നില്ല അപ്സരയൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരൊക്കെ ഔട്ടായി പോയപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാണാൻ തന്നെ. അതുപോലെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പോകുമോ? ഇല്ല 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 എന്തേ? കാരണം കുറച്ച് മനക്കെട്ടി വേണം അവിടെ പോവാൻ. ഒട്ടും ജെന്യൂൻ അല്ല, ഭയങ്കര എന്താ പറയാ, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പോലെ തോന്നാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും പറയാം എന്നുള്ളൊരു, പിന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് ഓരോ സീസൺ അനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ആദ്യമുള്ള സ്റ്റാൻഡേർഡ് അല്ല ഇപ്പോൾ ഉള്ളത്. ആരൊക്കെയോ എന്തൊക്കെയോ ഇതിൽ വരുമ്പോഴാണ് അതിലുള്ള ആൾക്കാരെ ആരാന്ന് പോലും അറിയണത്. ബിഗ് ബോസ് കാണാറുണ്ട്? ഏതെങ്കിലും കാണാറുണ്ടായിരുന്നു, പിന്നെ അത് നിർത്തി. എന്താ നിർത്താനുണ്ടായ കാര്യം? അത് ഫുള്ള് അടിയോ അലമ്പോ എല്ലായോണ്ട് അതുകൊണ്ട് നിർത്തി. എങ്ങനെയുണ്ട് ഈ ഒരു സീസൺ? ഈ സീസൺ പഴയ സീസണെ അപേക്ഷിച്ച് വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യം കൊണ്ടുപോയത്. ഒരു നല്ലൊരു കണ്ടസ്റ്റൻസ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഇത്ര ഒന്നിനും മെച്ചമില്ലാത്ത ആൾക്കാരാണ്. ഹായ് ഓൾ. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 ഇങ്ങനെ ഫിനാലയിലേക്കുള്ള ആ ഒരു കുതിപ്പിലാണ്. ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ അതിഗംഭീര മത്സരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ലാഗാണെങ്കിലും ഇപ്പോൾ ഒരുപാട് മത്സരങ്ങളിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബിഗ് ബോസ് 6ലെ മത്സരാർത്ഥികൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രേക്ഷകരാണ് ഇപ്പോൾ വോട്ടിങ്ങിലൊക്കെ ആണെങ്കിലും എപ്പോഴാണ് ചേഞ്ച് വരുന്നത് നമ്മൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് ഈ ബിഗ് ബോസ് 6ൽ? ജസ്റ്റ് കോമൻ ബിലോ. അതുപോലെ ഞാനിപ്പോൾ സെൻറ്റർ സ്ക്വയറിൽ തന്നെയാണുള്ളത്. സെൻറ്റർ സ്ക്വയറിൽ എപ്പോഴും നമുക്കായിട്ട് എന്തെങ്കിലും നമുക്ക് ഓഫേഴ്സ് അവർ തരാറുണ്ട്. ഇത്തവണ ഒരു സ്പെഷ്യൽ ഓഫറാണ് സെൻറ്റർ സ്ക്വയർ മാൾ നമുക്ക് തരാൻ പോകുന്നത്. എന്താണെന്ന് അറിയണ്ടേ? T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ലൈവ് മാച്ച് കാണാനുള്ള ഒരു അവസരമാണ് അവർ തരുന്നത്. അതായത് മാച്ച് നടക്കുന്ന ദിവസം ജസ്റ്റ് സെൻറ്റർ സ്ക്വയറിൽ കോസ്റ്റിൽ നിന്ന് 300 രൂപയ്ക്ക് ഫുഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും കോസ്റ്റിലിരുന്നു കൊണ്ട് T20 വേൾഡ് കപ്പ് ഇന്ത്യയുടെ മാച്ച് ലൈവായിട്ട് കാണാവുന്നതാണ്. ഈ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നത് കോസ്റ്റ് സ്റ്റെപ്പ് സീറ്റിംഗ് ഏരിയയിലാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ 200 റുപ്പീസിനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യയുടെ അല്ലാത്ത ബാക്കി രാജ്യങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് മാച്ചസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹലോ, ബിഗ് ബോസ് കാണാറുണ്ടോ? ഈ ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതായിരുന്നു? അഖിൽമാരുടെ സീസൺ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ സീസൺ ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലിലേക്ക് നല്ല മത്സരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികളൊക്കെ എത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരായിരിക്കും ടോപ്പ് 5-ൽ എത്താൻ പോകുന്നത് നിങ്ങളുടെ പ്രഡിക്ഷൻ? എനിക്ക് സിജോ വരുമെന്ന് തോന്നുന്നുണ്ട്. സിജോ, ജിൻഡോ, പിന്നെ ജാസ്മിൻ വരുമായിരിക്കും. ജാസ്മിൻ ഗെയിം കളിക്കുന്നുണ്ട്, അപ്പോൾ ജാസ്മിൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനായിട്ട് എനിക്ക് അങ്ങനെ അഭിഷേക്, അർജുനെത്തും, ജാസ്മിനെത്തും, ജിൻഡു ആയിരിക്കും. ജിൻഡു ഏറ്റവും കൂടുതൽ ലെവലിൽ കയറിയിരിക്കണം. പിന്നെ അഭിഷേക്, പിന്നെ ചിലപ്പോൾ ഋഷി ഉണ്ടാകും. നന്നായിട്ട് കളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു സീസൺ? ഈ സീസൺ പഴയ സീസണെ അപേക്ഷിച്ച് വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യം കൊണ്ടുപോയത്. ഒരു നല്ലൊരു കണ്ടസ്റ്റൻസ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഇത്ര ഒന്നിനും മെച്ചമില്ലാത്ത ആൾക്കാരാണ്. എങ്ങനെയുണ്ട് ജാസ്മിൻ്റെ ഒക്കെ ഒരു ഗെയിം? ജാസ്മിൻ ഇപ്പോഴാണ് ഒന്ന് ഇതാക്കി വന്നിരിക്കുന്നത്. കാരണം മുമ്പ് ഗബ്രിയുടെ കൂടെ വന്ന് ബാഗായിരുന്നു. പിന്നെ ഇപ്പം പിന്നെ കയറി വരുന്നുണ്ട്. ഇപ്പം ജാസ്മിൻ കപ്പടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറില്ല. അതെന്തേ കേരളത്തിലെ ഫേമസ് ആയിട്ട് റിയാലിറ്റി ഷോ കാണാത്തെ? കാണാൻ സമയമില്ല, അതുകൊണ്ട് കാണുന്നില്ല. എങ്ങനെയുണ്ട്? അതായത് ബിഗ് ബോസ് ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന റിയാലിറ്റി ഷോ ആണ്. അപ്പൊ കാണാറില്ല എന്ന് പറഞ്ഞു. അപ്പം അതുപോലൊരു ഇപ്പം സിനിമയെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫെയിം കിട്ടാൻ ബിഗ് ബോസിൽ പോയാൽ മതി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഒരവസരം കിട്ടിയാൽ പോകുമോ? ഇല്ല, ബിഗ് ബോസിലേക്ക് പോകാനുള്ള താല്പര്യം ഇല്ല. ഇല്ല, അത് അത്രയ്ക്ക് ഇംപ്രസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനേക്കാളും നല്ല പരിപാടികൾ കാണാന്നുള്ളതാണ്. ഞാൻ സഞ്ചാരം പോലുള്ള അങ്ങനത്തെ പരിപാടി കാണുന്ന ആളാണ്. അപ്പോൾ ആ ഒരു വൈബിളുള്ള ആളാണ്. അപ്പോൾ ഇതുപോലത്തുള്ള സാധനങ്ങൾ കാണാൻ എനിക്ക് അത്ര മെന്റാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ബിഗ് ബോസിന് ഒരു ചാൻസ് കിട്ടിയാൽ പോവും? ഇല്ല, പോവില്ല. അതെന്തേ? ഈ സഞ്ചാരം മെന്റാലിറ്റി തന്നെയാണോ? അല്ല, എനിക്ക് താല്പര്യം ഇല്ലതുകൊണ്ട്. അതെന്തേ? ബിഗ് ബോസ് കാണാറുണ്ട്? ഏതെങ്കിലും കാണാറുണ്ടായിരുന്നു, പിന്നെ അത് നിർത്തി. എന്താ നിർത്താനുണ്ടായ കാര്യം? അത് ഫുള്ള് അടിയോ അലമ്പോ എല്ലായോണ്ട് അതുകൊണ്ട് നിർത്തി. ഒട്ടും ജെന്യൂൻ അല്ല, ഭയങ്കര എന്താ പറയാ, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പോലെ തോന്നാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും പറയാം എന്നുള്ളൊരു, പിന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് ഓരോ സീസൺ അനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ട്.
ആദ്യമുള്ള സ്റ്റാൻഡേർഡ് അല്ല ഇപ്പൊ ഉള്ളത്. ആരൊക്കെയോ എന്തൊക്കെയോ ഇതിൽ വരുമ്പോഴാണ് അതിലുള്ള ആൾക്കാരെ ആരാന്ന് പോലും അറിയണത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതിൽ വരുന്ന ആൾക്കാരൊക്കെ ഒരു എന്താ പറയാ, നമുക്ക് നേരത്തെ അറിയുന്ന ആൾക്കാരായിരുന്നു, അവരെ പറ്റി നമുക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു. ഇതിൽ വന്നിട്ട് അറിയണ ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. ഇപ്പൊ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല, ഞങ്ങളുടെ ആ പ്രായം കഴിഞ്ഞു. അങ്ങനെ തന്നെ ഇപ്പൊ പ്രായത്തിനൊരു ഇതില്ല ടെലിവിഷനിലൊക്കെ. ഇല്ല ഇല്ല, എന്തുകൊണ്ട് പ്രായം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോവാൻ നോട്ട് ഇൻട്രസ്റ്റഡ്. നന്നായിട്ട് നടക്കട്ടെ. പക്ഷേ ഏതെങ്കിലും സീസൺ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് ആദ്യം തുടങ്ങിയ സമയത്ത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താണ് കാണാതിരിക്കാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ടിവിയേക്കാൾ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുകൊണ്ടാ. ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഒരു ഗെയിമർ? അർജുനാണ്. ഇനി ഇതിൽ വരരുത്, കപ്പടിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്? പഠിക്കരുതെന്ന് വെച്ചാ ആരെന്നെ പറയും, കളിക്കാത്തെന്ന് വെച്ചാൽ നോറ അങ്ങനെ കളിക്കാറില്ല, ബട്ട് എന്നാലും കളിക്കും. പ്രേക്ഷകരുടെ ഇത് അനുസരിച്ച് അതെ, വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? ആ, ആർക്കാണ് വോട്ട് ചെയ്യാറ്? ഋഷിക്കാണ് ചെയ്യാറ്. അർജുൻ. അർജുന. കപ്പടിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്? ജാസ്മിൻ. ജാസ്മിൻ അടിക്കരുതെന്ന്. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നില്ല, പുള്ളിക്കാരോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ജാസ്മിൻ. ബിഗ് ബോസിൽ പോകേണ്ട അവസരം കിട്ടിയ പോകും? ഇല്ല. അതെന്തേ? കാരണം താല്പര്യമില്ല. അല്ല, ഇപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ആണ്. പോവോ? താല്പര്യമില്ല, കാണാറ് തന്നെ ഇല്ല, കണ്ടിട്ടില്ല. ഇനിയും കാണാനും താല്പര്യമില്ല, പോവാനും താല്പര്യം. അതിന്റെ ബിഗ് ബോസിനോടൊരു നോ പറഞ്ഞു? അല്ല, സീരിയലുകളൊന്നും തന്നെ പൊതു സീരിയലുകളും കാണാറില്ല, TV ഷോസും കാണാറില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. പക്ഷെ ജാസ്മിനും ഗബ്രിയും അറിയാന്ന് പറഞ്ഞു. അത് ഫേസ്ബുക്കിൽ കണ്ടാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഫേസ്ബുക്കിൽ അവരുടെ ഓരോ ഇത് കമന്റ് കണ്ട് ജാസ്മിന്റെ ഗബ്രിയുടെ കമന്റ് കണ്ടിട്ട് അവരെ അറിയാവുന്ന. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം ഏകദേശം ഫൈനലിലേക്കൊക്കെ വന്നിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കാണില്ല എന്നൊരു ഞാൻ തീരുമാനം? കാണാറില്ല, ടിവിയെ കാണാറില്ല. അപ്പൊ ഒരു ബിഗ് ബോസ് ഇപ്പൊ ഒരു അവസരം കിട്ടിയാലോ പോകുമോ? ഇല്ല, പോകില്ല. അതെന്തേ? എനിക്ക് അങ്ങനെയൊന്നും പോവാൻ ഇഷ്ടമില്ലാത്തത്. അതുപോലെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പോകുമോ? ഇല്ല. ഇല്ല ഇല്ല. ഇല്ല, എന്തേ? കാരണം കുറച്ച് മനക്കെട്ടി വേണം അവിടെ പോവാൻ. പിന്നെന്താ, പിന്നെ നമ്മ അങ്ങനെ വലിയ ടോപ്പൊന്നും ആൾക്കാരില്ലല്ലോ. അല്ല, ഇപ്പൊ പബ്ലിക്കിന്ന് ആൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെ പോവാൻ താല്പര്യമില്ല. ഈ സീസണുകളിൽ ഏറ്റവും ബെസ്റ്റ് സീസൺ ആയിട്ട് തോന്നിയ സീസൺ? ഫൈനൽ സീസൺ 5 ആണ്. ഈ സീസൺ എങ്ങനെയുണ്ട്? ഭയങ്കര ബോറായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ കുറെ നാളായിട്ട് കാണുന്നില്ലായിരുന്നു വഴക്കും മക്കാണും. കാരണം അത് ഫെയർ ആയിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നില്ല. ഇപ്പം ഗബ്രി ഔട്ടായി പോയതാണെങ്കിലും അപ്സര ഔട്ടായി പോയതൊക്കെ ആണെങ്കിലും ഒട്ടും ഫെയർ അല്ല. അവർക്ക് നല്ലതായിട്ട് ഗെയിം കളിക്കുന്ന അപ്സരയൊക്കെ എന്ന് പറഞ്ഞാൽ, അപ്പൊ അവരൊക്കെ ഔട്ടായി പോയപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാണാൻ തന്നെ. ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടിയ പോകും? ഞാൻ പറ്റില്ല, എനിക്ക് പോകാനായിട്ട് അങ്ങനെ താല്പര്യമൊന്നുമില്ല. കണ്ട് ഇഷ്ടം. താങ്ക് യു.